പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾക്കും ഡോക്ടറാകാം, നിങ്ങളുടെ ഡോക്ടർ. ഇന്നത്തെ ആയുർവേദ ഡോക്ടർമാർക്ക് എവിടെ വച്ചാണ് കൈമോശം വന്നത്, എന്തുകൊണ്ടാണത് തിരിച്ചു പിടിക്കാൻ ഒരു ആയുർവേദക്കാരനും ശ്രമിക്കാതിരുന്നത്? മെഡിക്കൽ കോളേജുകളും നിയമങ്ങളും ഒക്കെ ഈ രാജ്യത്ത് വന്നിട്ട് എത്ര നാളായിട്ടുണ്ട്? ഇതേപോലെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ചികിത്സാ രംഗത്ത് കഴുത്തിന് പിടിച്ച് അവരുടെ ധൃതരാഷ്ട്രാലിംഗനത്തിലാക്കിയിട്ട് കൂടി വന്നാൽ 50 കൊല്ലം, 50 കൊല്ലം പോലും ആയിട്ടില്ല. അതിനു മുമ്പ് ഈ രാജ്യത്തെ ആയുർവേദക്കാർ എവിടെയായിരുന്നു? അലോപ്പതി നമ്മുടെ നാട്ടിൽ വന്ന് പ്രചാരം തുടങ്ങിയത് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. വളരെ അപൂർവം ആളുകൾ മാത്രമേ അപ്പോത്തിക്കിരിയെ കാണാൻ പോയിരുന്നുള്ളൂ. കുട്ടികൾക്ക് ഒരു തരത്തിലും അലോപ്പതി മരുന്നുകൾ കൊടുത്തിരുന്നില്ല. സ്ത്രീകൾ ചുക്ക് കഷായവും അടുത്തുള്ള വൈദ്യനെയും കൊണ്ട് തൃപ്തിപ്പെട്ടിരുന്നു. കാശുള്ള വീടുകളിലെ കൈകാര്യം ചെയ്തിരുന്ന, വീടിൻ്റെ കാര്യങ്ങൾ, സമ്പത്ത് കൈകാര്യം ചെയ്തിരുന്ന കാർന്നോന്മാരാണ് ആദ്യം അപ്പോത്തിക്കിരിമാരുടെ അടുത്തേക്ക് അന്തസ് കാണിക്കാൻ സായിവ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയിരുന്നത്. അങ്ങനെയാണ് 1980കളിൽ പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും കാശുള്ള 40 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരുടെ രോഗമാണ്. അല്പം ഷുഗർ ഉണ്ടെന്ന് പറയുന്നത് അന്തസ്സിൻ്റെ അഭിമാനത്തിൻ്റെ പ്രതീകമായി മാറിയത് 1980കളിലാണ്. 10 കൊല്ലത്തെ മരുന്നുകളുടെ ഉപയോഗം, പനിമരുന്നുകളുടെ എല്ലാം ഉപയോഗം പാൻക്രിയാസിനെ തകർത്ത് പ്രമേഹമുണ്ടാക്കാനും BP കൂട്ടാനും എല്ലാം തുടങ്ങിയത്. കൃത്യമായി പറഞ്ഞാൽ 1970കളിലാണ് അലോപ്പതി എന്ന ദുർദേവത തങ്കക്കടലാസിൽ പൊതിഞ്ഞു വെച്ച വർണ്ണപ്പകിട്ടായ ഗുളികകളെല്ലാം കാട്ടി യക്ഷി പ്രലോഭിപ്പിച്ച് ആളുകളെ വശീകരിച്ച് കൊമ്പും കുഴലുമെല്ലാം കാണിച്ച് നീരാളിപ്പിടുത്തത്തിലേക്ക്, ആശുപത്രിയുടെ മുകളിലേക്ക്, പനയുടെ മുകളിലേക്ക് കൊണ്ടുപോകുകയും പിന്നെ ICUവിലാക്കുകയും യക്ഷിപ്പനയുടെ ചുവട്ടിലടുത്ത നാൾ പല്ലും മുടിയും നഖവുമൊക്കെ കിടന്നിരുന്നു എന്നുള്ള മട്ടിലാക്കിയത്. അതിനു മുമ്പുള്ളൊരു കാലഘട്ടം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പ്രകൃതി ചികിത്സയിൽ അധിഷ്ഠിതമായ ആരോഗ്യ ചിന്തകളിൽ നിന്നുയർന്നതായിരുന്നു. ഗാന്ധിജിയുടെ 18 കർമ്മപരിപാടികളിൽ പ്രകൃതി ജീവനം, ആരോഗ്യ പരിപാലനം ഉൾപ്പെട്ടിരുന്നു. ഗാന്ധിജിയാണ് ഇന്ത്യയിലെ പ്രകൃതി ചികിത്സയുടെ പിതാവ്. ആ ഗാന്ധിയൻ പാരമ്പര്യത്തിൽ നിന്ന് പ്രകൃതി ചികിത്സ ചെയ്യുന്നതിന്, ആയുർവേദത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, യോഗയെ പരിപോഷിപ്പിക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ആ കാലയളവ് മുതൽ അങ്ങ് പിന്നോട്ട് മനുഷ്യനുണ്ടായ കാലം വരെ ഈ നാട്ടിലെ പരമ്പരാഗത വൈദ്യന്മാർ, ഓരോ പ്രദേശത്തുമുള്ള കൊച്ചു കൊച്ചു വൈദ്യന്മാരാണ് ജനങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നിർദ്ദേശങ്ങൾ നൽകിപ്പോകുന്നത്. പതുക്കെ പതുക്കെ മരുന്നുകളിലേക്ക് വന്നത്, പതുക്കെ പതുക്കെ കച്ചവടങ്ങളിലേക്ക് വീണത്. യുദ്ധങ്ങളിൽ മുറിവേറ്റവരുണ്ടായിരുന്നു, തച്ചോളി ഒതനും മറ്റും കളരിമുറകൾ, അപ്പോഴെല്ലാം പരിക്ക് പറ്റുന്നവരുണ്ടായിരുന്നു. അവരെയൊക്കെ ഭംഗിയായി തന്നെ പരമ്പരാഗത വൈദ്യന്മാർ, ആയുർവേദ വൈദ്യന്മാർ ചികിത്സിച്ചു പോന്നിട്ടുണ്ട്. പലതരം പകർച്ചവ്യാധികൾ പിടിച്ചിട്ടുണ്ട്. അവിടെ കാലവും ചികിത്സയും ഇന്നത്തേതിനേക്കാൾ വളരെ ഭംഗിയായി ജനങ്ങളെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു നയിച്ചിട്ടുണ്ട്. അന്നാളുകളിലെ ഭയത്തെക്കുറിച്ച്, മരണങ്ങളെക്കുറിച്ച് എൻ്റെ അമ്മൂമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്.
അതിനേക്കാൾ എത്രയോ ഭീകരമായ ഭയമാണ് കള്ള കോവിഡിൻ്റെ പേരിൽ ഈ നാട്ടിൽ മുഴുവൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി പരത്തിയത്. എന്തെല്ലാം കോപ്രായങ്ങളാണ് സർക്കാർ ചെയ്തു കൂട്ടിയത്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ, ഒരു പുതിയ രീതിയിലുള്ള പട്ടാള ഭരണം, മനുഷ്യാവകാശങ്ങളില്ലാത്ത, പൗരാവകാശങ്ങളില്ലാത്ത, സകല മനുഷ്യരും അലോപ്പതിക്കാരൻ്റെ അടിമയായി മാറിയ ഭീകരാവസ്ഥ നാം കണ്ടു. എവിടെയായിരുന്നു ആയുർവേദക്കാര്? എന്തുകൊണ്ട് ചരക മഹർഷിയുടെ പാരമ്പര്യം നിങ്ങളാരും പിന്തുടർന്നില്ല? എന്തുകൊണ്ടത് തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ഇവിടെ ആയുർവേദ രംഗത്ത് വിശ്വപ്രസിദ്ധിയാർജിച്ച കോട്ടക്കൽ ആര്യ വൈദ്യശാലയുണ്ട്, കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുണ്ട്, തൈക്കാട്ട് മൂസ് ഉണ്ട്, ചെറിയ മഠം നാരായണൻ നമ്പൂരി തുടങ്ങിയിട്ടുള്ള പരമ്പരകളുണ്ട്. എന്തുകൊണ്ടാണ് ഇവരാരും ആയുർവേദ മേഖലയെ കാലത്തിനൊത്ത രീതിയിൽ വളർത്താൻ ശ്രമിക്കാതിരുന്നത്? ഒരു സർജറിക്ക് വേണ്ട അനസ്തെറ്റിക്സ് ആയുർവേദക്കാരൻ ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ്? എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിൻ്റെയും പുരോഗമനം ആരുടെയെങ്കിലും കുത്തകയാണോ? സകല ആയുർവേദ മരുന്നുകളുടെയും മഞ്ഞളിൻ്റെ സഹിതം, കുർക്കുമിൻ സഹിതം, പപ്പായയുടെ ഇലയുടെ നീര് സഹിതം, കൂവളത്തിൻ്റെ ഇലയിൽ നിന്നുള്ള ചാറ് സഹിതം ഉണക്കിപ്പൊടിച്ച് വെളുപ്പിച്ച് ഗുളിക രൂപത്തിലാക്കി അലോപ്പതിക്കാരൻ ലോകമൊട്ടാകെ കൊടുക്കുന്നുണ്ടല്ലോ. സകല അവരവകാശപ്പെടുന്നത് തന്നെ ഏത് ചികിത്സാ മേഖലയിൽ നല്ലത് കാണുന്നുണ്ടോ അത് ഞങ്ങൾ സ്വീകരിക്കും. സ്വന്തമായിട്ട് കയ്യിലൊന്നുമില്ലാത്തവൻ അങ്ങനെ ചെയ്യൂ. ഇവിടെ കാലത്തിനൊത്ത രീതിയിൽ സാങ്കേതിക വിദ്യയും ശാസ്ത്രവും ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ്? ആയുർവേദ ഡോക്ടർമാരുടെ കണ്ണു തുറപ്പിക്കുമെന്നുള്ള പ്രത്യാശയോടെ നന്ദി, നമസ്കാരം.